ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സെറയുടെ ഹാഫ് പെഡസ്റ്റിൽ വരാവുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം 20 ഇഞ്ചാണ് നമുക്ക് വരുന്ന വാഷ് ബേസിൻ വരുന്നത്. അപ്പോൾ 20 ഇഞ്ച് വരുന്ന വാഷ് ബേസിൻ അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ പെഡസ്റ്റിൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഏരിയ ആണ്. നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 20 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ വാഷ് ബേസിൻ മാത്രം 2070 അതിൻ്റെ വാഷ് ബേസിൻ്റെ കമ്പനി MRP കൊടുത്തിരിക്കുന്നത്. അത്രയും റേറ്റ് വരുന്നില്ല. നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. വാഷ് ബേസിൻ മാത്രമാണ് വരുന്നത്. ഇനി അത് കൂടാതെ തന്നെ ഉണ്ടാവും, ഇപ്പോൾ ഹാഫ് പെഡസ്റ്റിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വാഷ് ബേസിൻ കൂടാതെ അതിൻ്റെ താഴെ വരുന്നുണ്ടോ പെഡസ്റ്റൽ സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ മോഡൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ മോഡൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വന്നിരിക്കുന്ന ആ ഹാഫ് പെഡസ്റ്റിൽ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സെപ്പറേറ്റ് എമൗണ്ട് വന്നിരിക്കുന്നത് 1800 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെഡസ്റ്റലും അതുപോലെ തന്നെ ഇത് നമുക്ക് നേരെ പറഞ്ഞ പോലെ തന്നെ വാഷ് ബേസിൻ വന്നു. ഇത് നമ്മൾ നേരെ പെഡസ്റ്റലാണ് വരുന്നത്. അപ്പോൾ പെഡസ്റ്റലിന് സെപ്പറേറ്റ് റേറ്റ് വരുന്നുണ്ട്, വാഷ് ബേസിനും സെപ്പറേറ്റ് റേറ്റ് വരുന്നത്. രണ്ടും കൂടിയിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് റേറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വാഷ് ബേസിൻ മാത്രം വേണമെങ്കിൽ വാഷ് ബേസിൻ വെക്കാം. ഇനി പെഡസ്റ്റൽ വേണ്ടെങ്കിൽ നമുക്ക് പെഡസ്റ്റൽ ഒഴിവാക്കാൻ സാധിക്കും. പെഡസ്റ്റൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഷ് ബേസിൻ്റെ താഴെ നിങ്ങൾ കണ്ടോ, താഴെ അതിൻ്റെ പൈപ്പ് അതിൻ്റെ ഫിറ്റിങ്സുകൾ കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ ഫുൾ കവറിങ് ആയിട്ട് പോകുന്നതാണ് അതിൻ്റെ പെഡസ്റ്റൽ വരുന്നത്. ആ സെപ്പറേറ്റ് എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് ലെവലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറയുടെ വരുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 20 ഇഞ്ചാണ് ഇത് വരുന്നത്. 20 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വാഷ് ബേസിൻ വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അതിൻ്റെ വേസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പെഡസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒന്നും കാണാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പെഡസ്റ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് നമ്മുടെ വേസ്റ്റ് പൈപ്പ് പോകുന്നുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി അതിൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് 33 ഇഞ്ചാണ് നമ്മൾ സാധാരണ ഫിനിഷിംഗ് ലെവലിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും പെഡസ്റ്റിൽ താഴെ നമ്മൾ സ്ക്രൂ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പെഡസ്റ്റിൽ നമ്മൾ കൊടുത്തു, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് പൈപ്പും വാട്ടർ കണക്ഷൻ എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട് വേണം പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെഡസ്റ്റിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്ലംബിങ് വർക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓളിൽ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത് കൂടാതെ തന്നെ മാക്സിമം ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.